RRT സംഘം തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് കടുവയുടെ ആക്രമണമുണ്ടായത്. അനീഷ്, കേൾക്കാമോ അനീഷ്? പുതിയ വിവരങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും നമ്മളെന്തായാലും കാത്തിരുന്ന പോലെ തന്നെ വലിയ പരിക്ക് ഇല്ല അദ്ദേഹത്തിന്. നമ്മൾ സൂചിപ്പിച്ചിരുന്നു കടുവ മാന്തി എന്ന വിവരമാണ് നൽകിയത്. അദ്ദേഹത്തിന് ഒരു സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ പോലീസ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അദ്ദേഹവുമായി വനംവകുപ്പ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോയിട്ടുമുണ്ട്. എന്തായാലും ഈ സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ധരിച്ചാണ് ഈ RRT സംഘാംഗങ്ങൾ കാട്ടിലേക്ക് പോകുന്നത്. ഈ നെഞ്ചിലും ശരീരത്തും ഷീൽഡും പാടും നീപ്പാടും തൈപ്പാടും അങ്ങനെ ശരീരം ആസകലം ഒരു ഇത്തരം ഈ വന്യമൃഗ ആക്രമണങ്ങളെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പുകളോടുകൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആവാം അദ്ദേഹത്തിന് കാര്യമായ പരിക്ക് പറ്റാതിരുന്നത്. കൈ ഭാഗത്താണ് ഈ മാന്തൽ, ഈ സ്ക്രാച്ച് വീണിരിക്കുന്നത്. മറ്റു ഭാഗത്തേക്ക് കടുവയുടെ അടി ഉണ്ടായെങ്കിലും അത് തടയാൻ, പ്രതിരോധിക്കാൻ RRT അംഗത്തിന് കഴിഞ്ഞു. ഈ വാഹനം വരുന്ന ഇടത്തു നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്നാലാണ് ഈ ജനവാസ മേഖലയുടെ ഒരു അവസാന സ്ഥലം എത്തിയത്. അതിനും അപ്പുറത്താണ് ഈ സംഘാംഗങ്ങൾ തെരച്ചിൽ നടത്തുകയും RRT സംഘാംഗത്തിന് പരിക്ക് പറ്റുകയും ചെയ്തത്. എന്തായാലും കടുവ കൂട്ടിലായോ അല്ലെങ്കിൽ കടുവയെ വെടിവെക്കാൻ ദൗത്യ സംഘത്തിന് കഴിഞ്ഞോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നാടകമാണ് നടന്നതെന്ന് പറഞ്ഞാണ് ഒരു പറ്റം യുവാക്കൾ ബൈക്കിലിപ്പോൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. കാരണം പലരും പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ കടുവയെ വെടിവെക്കുകയോ അല്ലെങ്കിൽ കൂട്ടിൽ പിടികൂടുകയോ ചെയ്തിരുന്നു എന്നാണ്. പക്ഷേ കാട്ടിൽ നിന്നും കൃത്യമായൊരു വിവരം ഈ കടുവയെ പിടികൂടിയോ ഇല്ലയോ എന്നതിൽ ലഭിച്ചിട്ടില്ല. നാട്ടുകാരൊക്കെ ആശങ്കാകുലരായി ഇപ്പോഴും തുടരുന്നു. കടുവ RRT സംഘത്തിനെ പരിക്ക് അടിച്ചാൽ, അദ്ദേഹത്തിന് സ്ക്രാച്ച് സംഭവിച്ചാൽ അതിന്റെ അർത്ഥം ഇന്നും ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ്. ആദ്യ ദിവസം രാധയെ കൊല്ലുന്നു. ഇന്നലെ വൈകുന്നേരം ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്ത് തന്നെ വീണ്ടും കടുവയുടെ സാന്നിധ്യം കാണുന്നു. ഇതിനുശേഷം വീണ്ടും ഇന്ന് ഇതേ സ്ഥലത്ത് വീണ്ടും കടുവ ദൗത്യ സംഘത്തിന്റെ മുന്നിൽപ്പെടുന്നു. അതായത് രാധയെ കൊന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1.5-2 കിലോമീറ്റർ ചുറ്റളവിലാണ് കഴിഞ്ഞ ഇത്രയും ദിവസമായി കടുവ ഉള്ളത്. അത് ഈ സ്ഥലത്ത് നിന്നും വിട്ടുപോകുന്നില്ല. തീർച്ചയായും അതാണ് ഏതായാലും ഒരു ആശ്വാസകരമായ വിവരം പുറത്തു വരുന്നത്. ഈ RRT സംഘാംഗത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. വളരെ പെട്ടെന്ന് തന്നെയാണ് RRT സംഘാംഗത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ചികിത്സ നൽകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും വനത്തിനുള്ളിൽ സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമുക്ക് ഒരു സ്ഥിരീകരണം പല കാര്യങ്ങളിലും വരേണ്ടതുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെ ആവശ്യമുണ്ട് താനും. അതിനുള്ള ശ്രമത്തിലാണ് നമ്മളൊക്കെ. വളരെ പെട്ടെന്ന്